ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂസ് വ്ളോഗ്സ്. നമുക്കിന്നൊരു അടിപൊളി പരിപ്പുവട ആയാലോ. പരിപ്പുവടയും കട്ടൻ ചായയും സൂപ്പർ കോമ്പിനേഷൻ ആണല്ലോ. ഒപ്പം ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ അതിലേറെ സൂപ്പർ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഈ പരിപ്പുവട തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 6 മണിക്കൂറോളം കുതിരാൻ വെച്ചതിന് ശേഷം നന്നായി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അരക്കുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്നും അരയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു ഇതിലാണ് അരച്ചെടുക്കേണ്ടത്. കൂടുതൽ ഓവറായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പരിപ്പ് വടേണ്ട ആ ഒരു പരുവം കിട്ടില്ല. ഈ ഒരു ജസ്റ്റ് ഒരു ക്രഷ്, ഒരു കരികരിപ്പിന്റെ രീതിയിൽ തന്നെ അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പൊക്കെ നല്ല അളവിൽ എല്ലായിടത്തും പിടിച്ച് നന്നായിട്ട് മിക്സ് ആവും. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കണം. ഇത് ഏകദേശം നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ബോളാക്കി പിടിച്ച് ഈ ഒരു കയ്യിൽ വെച്ചൊന്ന് പരത്തി ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടാകട്ടെ. ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബോളാക്കി പിടിച്ച് അത് ഒന്ന് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്ത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് ഊറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇപ്പോൾ ഈ ഒരു കളർ ആണെങ്കിലും കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോൾ ഈ ഒരു കുറച്ചും കൂടി കളർ ഡാർക്ക് ആവും. അപ്പൊ നമ്മുടെ ഈസി പരിപ്പുവട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നമ്മുടെ പരിപ്പുവടയും കട്ടൻ ചായയും സൂപ്പർ കോമ്പിനേഷൻ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.